നമസ്കാരം. കൊച്ചി കോർപ്പറേഷൻ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന വി.കെ. മിനിമോളിനെതിരെ വിജിലൻസ് കോടതിയിലുള്ള അഴിമതി കേസ് യു.ഡി.എഫിൽ പുതിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. പാലാരിവട്ടം പെരിങ്ങാട്ട് റെസിഡൻസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട 3 ലക്ഷം രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് ആരോപണമാണ് രാഷ്ട്രീയ ചർച്ചകളിൽ സജീവമാകുന്നത്. ഈ അഴിമതി ആരോപണം കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കെ.സി. വേണുഗോപാലിനോട് ആലോചിക്കാതെയാണ് പ്രഖ്യാപനം നടത്തിയതെന്നും സൂചനയുണ്ട്. ദീപ്തി മേരി വർഗീസിന്റെ സാധ്യതകളെ തള്ളാൻ വേണ്ടിയായിരുന്നു കെ.പി.സി.സിയെ പോലും അറിയിക്കാതെ പ്രഖ്യാപനം. സാധാരണ മേയർ പ്രഖ്യാപനത്തിന് മുൻകൂട്ടി വാർത്താ സമ്മേളനം വിളിക്കും. എന്നാൽ ഇവിടെ പത്രക്കാരെ വിളിച്ച് ബൈറ്റ് നൽകുകയായിരുന്നു ഡി.സി.സി അധ്യക്ഷൻ. ഇത്തരത്തിൽ ഔദ്യോഗിക സ്വഭാവത്തോടെ പത്രസമ്മേളനം വിളിക്കാതെ അതിവേഗം മാധ്യമങ്ങളെ മേയർ ആരെന്ന് അറിയിച്ചു. ഇതിന് പിന്നിലും ഗൂഢാലോചന ഉണ്ടായിരുന്നു. മേയർ പ്രഖ്യാപനത്തിനെന്ന് പറഞ്ഞ് വാർത്താ സമ്മേളനം മുൻകൂട്ടി വിളിച്ചാൽ ദീപ്തിയും കൂട്ടരും കാര്യങ്ങൾ മനസ്സിലാക്കുമായിരുന്നു. കോൺഗ്രസ് ഹൈക്കമാൻഡ് പോലും ഇടപെടുകയും ചെയ്യുമായിരുന്നു. ഇതുണ്ടാകാതിരിക്കാനുള്ള ക്രിമിനൽ ബുദ്ധിയായിരുന്നു അപ്രതീക്ഷിത ബൈറ്റ് നൽകൽ. റോഡ് നിർമ്മാണത്തിനായി കോർപ്പറേഷനിൽ കെട്ടിവെക്കണമെന്ന് വിശ്വസിപ്പിച്ച അസോസിയേഷനിൽ നിന്നും 3 ലക്ഷം രൂപ മിനിമോൾ കൈപ്പറ്റിയെന്നും എന്നാൽ ഈ തുക കോർപ്പറേഷനിൽ അടയ്ക്കാതെ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റി തട്ടിയെടുത്തുവെന്നുമാണ് പരാതി. മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട കേസ് നിലവിലുണ്ട്. അഴിമതി നിരോധന നിയമപ്രകാരം വിജിലൻസ് അന്വേഷണം നേരിടുന്ന ഒരാളെ മേയർ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുന്നത് പാർട്ടിയുടെ പ്രതിച്ഛായയെ ബാധിക്കുമെന്ന് യു.ഡി.എഫിലെ ഒരു വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കേസിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെടുകയോ വിചാരണ ഘട്ടത്തിലേക്ക് കടക്കുകയോ ചെയ്താൽ അത് മുന്നണിക്ക് വലിയ തിരിച്ചടിയാകും. മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ കേസ് നടപടികൾക്ക് വേഗത കൂടാൻ സാധ്യതയുണ്ടെന്നും ഇത് രാഷ്ട്രീയ എതിരാളികൾക്ക് ആയുധമാകുമെന്നും പ്രവർത്തകർക്കിടയിൽ ആശങ്കയുണ്ട്. വിജിലൻസ് നടപടികളുടെ പശ്ചാത്തലത്തിൽ മിനിമോളിന്റെ സ്ഥാനാർത്ഥിത്വം പുനഃപരിശോധിക്കണമെന്ന ആവശ്യം കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ ശക്തമായിരിക്കുകയാണ്. എന്നാൽ ഇതൊന്നും ഡി.സി.സി പരിഗണിക്കില്ല. മിനിമോളിനെതിരെയുള്ള വിജിലൻസ് കേസും പ്രഖ്യാപനത്തിലെ അസ്വാഭാവികതയുമാണ് പുതിയ വിവാദങ്ങൾക്ക് വഴിതെളിച്ചിരിക്കുന്നത്. കെ.പി.സി.സിയോ ഹൈക്കമാൻഡിനെയോ മുൻകൂട്ടി അറിയിക്കാതെ ഡി.സി.സി അധ്യക്ഷൻ ഏകപക്ഷീയമായി പ്രഖ്യാപനം നടത്തിയെന്നാണ് ഉയരുന്ന പ്രധാന ആക്ഷേപം. ദീപ്തി മേരി വർഗീസിനെ വെട്ടിനിർത്താൻ ലക്ഷ്യമിട്ട് നടത്തിയ ഈ നീക്കം ഹൈക്കമാൻഡിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കെ.സി. വേണുഗോപാൽ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ടാണ് കൊച്ചിയിലെ നീക്കങ്ങൾ നടന്നതെന്നാണ് സൂചന. വി.കെ. മിനിമോളിനെതിരെയുള്ള അഴിമതി കേസും പ്രഖ്യാപനത്തിലെ സുതാര്യക്കുറവും ചൂണ്ടിക്കാട്ടി ദീപ്തി മേരി വർഗീസ് പക്ഷം ഹൈക്കമാൻഡിനെ സമീപിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. വിഷയത്തിൽ കെ.സി. വേണുഗോപാലിന്റെയും എ.ഐ.സി.സി നേതൃത്വത്തിന്റെയും അടിയന്തര ഇടപെടൽ ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ തൽക്കാലം വിഷയം വഷളാക്കില്ല. വിശ്വസനീയമായ കേന്ദ്രങ്ങൾ നൽകുന്ന സൂചനയനുസരിച്ച് കെ.പി.സി.സി നേതൃത്വത്തെയോ ഹൈക്കമാൻഡിനെയോ കൃത്യമായി ധരിപ്പിക്കാതെ കൊച്ചിയിൽ നടന്ന മിന്നൽ പ്രഖ്യാപനത്തിൽ ദേശീയ നേതൃത്വത്തിന് അതൃപ്തിയുണ്ട്. വിജിലൻസ് കേസിൽ അന്വേഷണം നേരിടുന്ന ഒരാളെ മേയറാക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പാർട്ടിക്ക് വലിയ ബാധ്യതയാകുമെന്നും ഹൈക്കമാൻഡ് വിലയിരുത്തുന്നു. പ്രാദേശിക ഗ്രൂപ്പ് സമവാക്യങ്ങൾ സംരക്ഷിക്കാൻ അഴിമതി ആരോപണം നേരിടുന്നവരെ ഉയർത്തിക്കാട്ടുന്നത് പാർട്ടിയുടെ ക്ലീൻ ഇമേജ് നശിപ്പിക്കുമെന്ന മുന്നറിയിപ്പാണ് ഡൽഹിയിൽ നിന്നും നൽകുന്നത്. പ്രഖ്യാപനം വന്നതിന് പിന്നാലെ കോൺഗ്രസ് സൈബർ ഗ്രൂപ്പുകളിലും കടുത്ത പ്രതിഷേധം ഉയരുന്നുണ്ട്. #ജസ്റ്റിസ് ഫോർ ദീപ്തി, #സേവ് കൊച്ചി കോൺഗ്രസ് തുടങ്ങിയ ഹാഷ്ടാഗുകൾ ദീപ്തി അനുകൂലികളും പ്രചരിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്.